ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ മക്കളൊക്കെ മദ്രസയിൽ വിട്ടതിന് ശേഷം ഞാനിത് കിച്ചണിൽ കയറിയിട്ടുണ്ട്. രാത്രിയിൽ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളൊന്നും നടത്താത്തതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ അരിപ്പൊടി കലക്കി ഒഴിച്ചിട്ടുള്ള നീർദോശ ഉണ്ടല്ലോ, അതും പിന്നെ അതിലേക്ക് മുട്ടക്കറിയാണ് റെഡിയാക്കിയത്. ഇന്ന് മക്കൾക്ക് ലഞ്ചിന് ചോറാണ് കേട്ടോ കൊടുത്തു വിടണത്. അപ്പം ഞാൻ തലേദിവസം രാത്രിയിൽ അരി തിളപ്പിച്ച് റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ റൈസ് പോട്ടിൽ ചോറ് വെക്കുന്ന സമയത്ത് അത് ഊറ്റിക്കഴിഞ്ഞാലും അതിലിങ്ങനെ ചോറിൽ വെള്ളം പോലെ കാണുന്നു, അതല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ചോറ് കംപ്ലൈൻ്റ് ആയി പോണു, പിന്നെ നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ആ ചോറിൻ്റെ ടേസ്റ്റും പെർഫെക്ഷനും ഒന്നും കിട്ടണില്ല എന്നുള്ളത്. അപ്പം അത് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ അരി തിളപ്പിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം വെള്ളം വെച്ചിട്ട് അതിൽ അരി തിളപ്പിച്ച് റൈസ് പോട്ടിൽ ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ റൈസ് പോട്ടിൽ നിന്ന് ആ ചോറ് എടുക്കുന്ന ടൈമിൽ അതിലുള്ള വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ശേഷം ഊറ്റിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ചോറായിരിക്കും കേട്ടോ. അതായത് ആ ചോറിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവില്ല. അതേപോലെ ആ ചോറ് അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ആയി പോവില്ല. ഒരു പക്ഷേ പിറ്റേ ദിവസം രാവിലെ വരെയൊക്കെ, അതായത് തലേന്ന് രാത്രിയിൽ വേവിച്ച ചോറ് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേന്ന് രാവിലെ വരെ കംപ്ലൈൻ്റ് ആവാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല വേവുള്ള അരി വെച്ചിട്ടാണ് ഞാൻ ചോറാക്കാറ്. അങ്ങനെയുള്ള ചോറ് ഒരിക്കലും കംപ്ലൈൻ്റ് ആയി കണ്ടിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ചില ദിവസങ്ങളിലൊക്കെ രാവിലെ തന്നെ ഈ ദോശക്കല്ല് എനിക്ക് ഇതുപോലെ പണി തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ആ ഒരു ദോശക്ക് അതിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ആ ദോശക്കല്ല് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതായത് കമ്പിച്ചകിരിയൊക്കെ ഇട്ടിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ളതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു മിതമായ ചൂടിൽ ദോശക്കല്ലിൽ ഈ മാവ് ഒഴിച്ചിട്ട് ചുട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും ആ കല്ലിലോട്ട്, എന്നിട്ട് അതിന് ശേഷം ചുട്ടെടുക്കുമ്പോൾ അപ്പം കറക്റ്റായിട്ട് കിട്ടും. ഇനി അതുമല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി പകുതി കട്ട് ചെയ്തെടുത്തിട്ട് അത് ദോശക്കല്ലിൽ നന്നായിട്ട് ഒരതി പിടിപ്പിക്കും. എന്നിട്ട് ഓയിൽ തേച്ചിട്ട് ദോശ ചുട്ടെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഈ ദോശക്കല്ല് നമുക്ക് പണി തരുന്നത് എപ്പോഴാണെന്നറിയോ? ഒന്നുകിൽ നമ്മൾ അതിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ പണി കിട്ടും. അതല്ലെങ്കിൽ കല്ല് നന്നായിട്ട് ചൂടായി പുകഞ്ഞ് നിൽക്കുന്ന ടൈമിൽ അതിൽ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ദോശ അതിൽ ഒട്ടിപ്പിടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ് കേട്ടോ. ചോറ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ദോശ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ദോശയിലേക്കുള്ള മുട്ടക്കറി റെഡിയാക്കണം. അപ്പോൾ അതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ദോശയിലേക്കുള്ള മുട്ടക്കറിയും കൂടെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ലഞ്ചിന് മക്കൾക്ക് ചോറിക്ക് മുട്ടപ്പേരിയാണ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈഷുമാനെ കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനു വരും. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ക്ലീനിങ്ങിന് വേണ്ടി നിന്നപ്പോഴാണ് ഈ ഷെൽഫ് കണ്ണിലുടക്കിയത്. അപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഈ ഷെൽഫ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാലോ എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ യൂസ് ചെയ്യണ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അതൊക്കെ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇപ്പൊ ഏകദേശം ഒരു 6-7 മാസത്തോളമായിട്ട് ഞാൻ ഡെയിലി 2 നേരം യൂസ് ചെയ്യണ ഫേസ് വാഷ് ആണ് ഈ ന്യൂഡിന്റെ ഗോഡ് മിൽക്ക് ഫേസ് വാഷ്. ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. എൻ്റെതൊരു നോർമൽ ടൈപ്പ് സ്കിന്നാണ്, ഓയിലി സ്കിന്നും അല്ല ഡ്രൈ സ്കിന്നും അല്ല. ഇത് വെച്ചിട്ട് മുഖം കഴുകുമ്പോൾ ഒരു പ്രത്യേക ഗ്ലോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ സ്കിന്നിന്. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള ഈ ഒരു ബോട്ടിലിന് വെറും 600 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത്രയും നല്ല കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫേസ് വാഷ് ഇതായിരിക്കും. ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്നത്
ഡെർമാവേവ്സിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ. അതിന് ഏകദേശം 1000-ന് മുകളിലൊക്കെ പ്രൈസ് വരുന്നുണ്ട്. പക്ഷെ അത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. പക്ഷെ അതിനേക്കാളും ബെസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്കിത് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതിലൊക്കെ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യണ എൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താ സംഭവം എന്നുള്ളത്. ഇതിൻ്റെ പുറത്തുള്ള എഴുത്തും കൂത്തൊക്കെ പോയിട്ടുണ്ട്, കാരണം ഞാൻ കുറേ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ എൻചാൻഡറിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാനിതിനെ എൻചാൻഡർ എന്നാണ് കേട്ടോ പറയാറ്. പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യണത് വേറൊരു രീതിയിലാണ് തോന്നുന്നു. എന്താണെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മുമ്പൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ആര് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അവരുടെ പെട്ടിയിൽ ഇതിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉപയോഗിച്ച് എനിക്ക് ഈ ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. ഇനി അടുത്തതൊരു പെർഫ്യൂമാണ്. ഇത് നാട്ടിലുള്ള ടൈമിലൊക്കെ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും രാവിലെ ഒന്ന് ദേഹത്താക്കാറുണ്ട്, കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ ഇക്കാൻ്റെ ആ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അവരെപ്പോഴും നാട്ടിലുള്ള ടൈമിൽ അവരുടെ ഡ്രസ്സിലൊക്കെ ഇതിൻ്റെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം ഇതാണ് കേട്ടോ. ഇനി അടുത്തതൊരു ഹിമാലയയുടെ ഫേസ് വാഷാണ്. ഇത് ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്നതായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇപ്പോൾ സോനുട്ടി ഇടയ്ക്ക് എടുക്കാറുണ്ട്, അതേപോലെ അനിയൻ വരുമ്പോൾ അവനും ഇക്കുള്ള സമയത്ത് ഇക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കാറ്. ഇനി അടുത്തത് ഒരു സൺസ്ക്രീനാണ് കേട്ടോ, ലോട്ടസിൻ്റെ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഗ്ലാമികങ്ങൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ സൺസ്ക്രീന് മസ്റ്റായിട്ടും യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒന്നായിരുന്നു ഈ ലോട്ടസിൻ്റെ സൺസ്ക്രീന്. അതെനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാൻ ലാക്മേയുടെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതാണ് പിന്നീട് ഞാൻ യൂസ് ആക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് ഇക്കാൻ്റെ മുഖത്ത് ചെറിയൊരു കറുത്ത പാടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത സമയത്ത് ഞാനും ഒരു ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡോക്ടറെ കണ്ടത് എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും എഴുതി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഡോക്ടർ എഴുതി തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും. പക്ഷെ സത്യം പറയാലോ, എനിക്കിത് എൻ്റെ സ്കിന്നിന് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഇത് യൂസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് വയർക്കാണ് കേട്ടോ. അതേപോലെ നമ്മുടെ മുഖമൊക്കെ ആകെ ഡള്ളായ പോലെയൊക്കെ ഒരു ഫീല്. അപ്പോൾ ഞാനിത് അങ്ങനെ അധികം പിന്നെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും യൂസ് ചെയ്തില്ല എന്ന് പറയില്ല, കാരണം നമ്മൾ അത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്ത് മുറ്റടിക്കാനൊക്കെ ഇറങ്ങുക അല്ലെങ്കിൽ അലക്കാനൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ഒരു സൺസ്ക്രീൻ ഇടാറുണ്ട് കേട്ടോ. അല്ലാണ്ട് പുറത്ത് പോകുമ്പോഴൊന്നും ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ആക്കാറില്ല. ഒരു പക്ഷേ ചിലപ്പോൾ നല്ലതായിരിക്കും. എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. എനിക്കിത് ഇട്ടപ്പോൾ എനിക്കൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാനിത് അങ്ങനെ യൂസ് ആക്കാറില്ല. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഷെയർ ചെയ്യണം കേട്ടോ. പക്ഷെ ഇത് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ള 2 പ്രൊഡക്റ്റ് ആയിരുന്നു. പിന്നെ ഇതൊരു റോസ് വാട്ടറിൻ്റെ ബോട്ടിലാണ്. ഇപ്പം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ യൂസ് ചെയ്യണതാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്ന പൗഡറാണ് ഈ റോയൽ മിരാജ്. ഇതിൻ്റെ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ പെർഫ്യൂം ഞാൻ കുറേ മുന്നേ തൊട്ടേ ഉപയോഗിച്ച് വരാറുണ്ട്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പെർഫ്യൂമിലൊന്നാണ് റോയൽ മിരാജ്. ഇതൊരു ലിപ് ബാമാണ് കേട്ടോ. പപ്പായൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു കാലാവസ്ഥ അല്ലേ, അപ്പോൾ ലിപ് ബാമൊക്കെ മസ്റ്റായിട്ടും ഉപയോഗിക്കണം. അടുത്തത് നമ്മുടെ പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. ഇത് അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഈ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല, കാരണം അത് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരു പുട്ടിയിട്ട ഫീലായിരിക്കും. അങ്ങനെ എനിക്ക് പുട്ടി എഫക്റ്റ് ഇഷ്ടമല്ല. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഈ BB ക്രീം ഉണ്ടല്ലോ, ഇത് അങ്ങനെ എടുത്ത് മുഖത്തിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു പുട്ടി ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്യാറ് നമ്മുടെ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, ഈ എൻചാൻഡറിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ അല്പം കയ്യിലെടുത്തിട്ട് അതിലേക്ക് ഒരല്പം ഈ BB ക്രീമും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒട്ടും ഒരു പുട്ടിയ എഫക്റ്റ് തോന്നൂല, എന്നാൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു നാച്ചുറൽ സ്കിൻ ടോൺ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലൊരു ഗ്ലോ കിട്ടണ പോലെ. ഇത് നല്ല അടിപൊളി ഒരു ഐഡിയ ആണ് കേട്ടോ. ഇപ്പം ഈ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, അതായത് മുഖത്ത് ഭയങ്കര ഒരു പുട്ടിട്ട ഫീലൊക്കെ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത്. എനിക്ക് ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു BB ക്രീമിൻ്റെ പാക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം എനിക്കിത് എൻ്റെ സ്കിന്നിന് എത്രത്തോളം കംഫർട്ടബിൾ ആണ് അറിഞ്ഞിട്ട് പിന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്.
അടുത്തത് ഐലൈനർ ആണ്. ഇതാണ് ഇപ്പൊ ഞാൻ മക്കൾക്കും എനിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഐലൈനർ. ഇത് സ്മച്ച് പ്രൂഫ് ആണ്, ബട്ട് വാട്ടർ പ്രൂഫ് അല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐലൈനർ വേറെ ഉണ്ട് കേട്ടോ. അത് ഇതാണ്. ഇത് നമ്മുടെ മേബ്ലിന്റെ കൊളോസൽ കാജലാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല സ്മച്ച് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗും ആണ്. ഇതിപ്പോ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ ഈ ബോട്ടിലത്തത്. ഇത് ഞാനിവിടെ അടുത്തുള്ള ഒരുവിധം കടകളിലൊന്നും ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. പ്രൈസ് ഏകദേശം 249 എങ്ങാണ്ടാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്താലുള്ള ഒരു കുഴപ്പം, ഡെയിലി യൂസിനൊന്നും ഒരിക്കലും നമുക്ക് പറ്റില്ല. കാരണം ഈ വുളു എടുക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചത് കഴുകി കളഞ്ഞാൽ മാത്രമേ കണ്ണിൽ നിന്ന് പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് അത്രയും വാട്ടർ പ്രൂഫാണ് സംഭവം. പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ഐലൈനർ വാട്ടർ പ്രൂഫ് അല്ല, കഴുകിയാലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ സ്മച്ച് പ്രൂഫാണ് കേട്ടോ. കുട്ടികളിങ്ങനെ ഐലൈനർ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ണൊരുതിയാലൊന്നും അങ്ങനെ പോവൊന്നുമില്ല. ഇതിപ്പോൾ രണ്ടും കഴുകുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മുടെ മേബ്ലിൻ്റെ കൊളോസൽ കാജൽ അങ്ങനെ കഴുകിയാലൊന്നും പെട്ടെന്ന് പോവില്ല കേട്ടോ. ഭയങ്കര വാട്ടർ പ്രൂഫാണ്. സെക്കൻഡ് വണ് കഴുകി കഴിഞ്ഞാൽ പോവും. അത് വാട്ടർ പ്രൂഫ് അല്ല, സ്മച്ച് പ്രൂഫാണ്. ഇനി അടുത്തത് ലിപ്സ്റ്റിക് ആണ്. ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ ഒരിക്കൽ സ്കൂളില്ലാത്ത ദിവസം നമ്മളെ നൈഷക്കുട്ടി ഇതെടുത്തിട്ട് നല്ലോണമായിട്ട് ഒരുങ്ങിയത് കാരണം മൊത്തം തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യണ ലിപ്സ്റ്റിക്ക് വേറെ ആണ് കേട്ടോ. അതിപ്പോൾ എവിടെയും നോക്കിയിട്ട് കാണണേ ഇല്ല, എവിടെയോ കൊണ്ടുപോയിട്ടിട്ടുണ്ട് മക്കൾ. ഇതൊക്കെ ഞാൻ എവിടെയെങ്കിലും പോണ സമയത്ത് ചെറുതായിട്ടൊന്ന് ചുണ്ടലാക്കും. പിന്നെ അത് നന്നായിട്ട് അരുതിയിട്ട് ഏകദേശം അതൊക്കെ കളഞ്ഞതിന് ശേഷം കേട്ടോ പുറത്തിറങ്ങുക. അപ്പം ഇക്കൻ്റെ അടുത്ത് പറയും പിന്നെ ഇത് എന്തിനാണ് ഇടണത് മൊത്തം. അതായത് എനിക്ക് തോന്നും ചുണ്ടിൽ ലിപ്സ്റ്റിക് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ട് തോന്നുമോ, അങ്ങനെ ഉണ്ടാവില്ലേ. അതൊരു ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും കേട്ടോ. എന്നാൽ ലിപ്സ്റ്റിക്ക് ഇടും വേണം, എന്നാൽ ഒട്ട് ആരും അറിയുകയും ചെയ്യരുത്, ആ ഒരു മനോഭാവം. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾക്ക് കുറേ മൂടിയില്ലാത്ത സ്പ്രേ ബോട്ടിൽസും ഹെയർ ഓയിലും മോയ്സ്ചറൈസറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പ്രേ ഉണ്ടല്ലോ, ഇത് കാറിലൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഇത് അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ അവരുടെ ഖത്തറിലുള്ള ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന സാധനമാണ്. ഞാനിവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോളിലും അതേപോലെ ബെഡ്റൂമിലും ജസ്റ്റ് ഒന്ന് ഇത് സ്പ്രേ ചെയ്യും കേട്ടോ. ഒരൊറ്റ പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. ഭയങ്കര സ്മെല്ലാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഉണ്ടല്ലോ, ബാത്റൂമിലൊക്കെ ഇത് ഒരു ദിവസം ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും അതിൻ്റെ ആ ഒരു സ്മെല്ല് അവിടെ തന്നെ തങ്ങി കിടക്കും കേട്ടോ. അത്രയ്ക്ക് അടിപൊളി സ്മെല്ലാണ്. ഇനി ഇവിടെ കാണുന്ന കുറേ സ്പ്രേ ബോട്ടിൽസിൻ്റെ ഒക്കെ മൂടി അവിടെ പോയി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അതൊക്കെ എൻ്റെ മക്കൾ കളിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ എവിടെ കൊണ്ടുപോയി ഇടാന്ന് പോലും അറിയൂല. അവർ സ്കൂളിൽ പോകുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന സ്പ്രേകളാണ്. അടുത്ത സെക്ഷന് കുറേ ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പിന്നെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മെഡിസിൻ ഉണ്ട് ഇവിടെ വരുമ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ കുങ്കുമാതി തൈലം, അതേപോലെ നാൽപ്പാമരാതി ഓയിൽ, പിന്നെന്താ കസ്തൂരി മഞ്ഞൾ, നീം ഫേസ് വാഷ്, പിന്നെ അനിയൻ ഉപയോഗിച്ചിരുന്നൊരു സുർമ ഉണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് മുമ്പ് പ്രൊമോഷൻ വേണ്ടി സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. ഇനി ഡെയിലി ഞാൻ ചെയ്യണ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ബ്രഷിങ്ങും നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കയറുന്നതിന് മുന്നായിട്ട് ന്യൂഡിൻ്റെ ആ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മുടെ എൻചാൻഡറിൻ്റെ മോയ്സ്ചറൈസർ ജസ്റ്റ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ആ പപ്പായുടെ ആ ഒരു ലിപ് ബാം യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ, ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സ്പ്രേ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് അടിക്കും കേട്ടോ, ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ രാവിലെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം കിച്ചണിൽ കയറുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിന്നിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത് എനിക്കറിയില്ല. എന്നാണെങ്കിലും നിങ്ങളുടെ സ്കിൻ കെയറും പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഷെൽഫ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷേ വന്ന കാര്യം മാത്രം നടന്നില്ല. പകരം എൻ്റെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്തി. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ലഞ്ചിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പോൾ ഇന്ന് കുറച്ച് വലിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ക്ലീനിങ് ടിപ്സൊക്കെ ഞാൻ നമ്മുടെ കഴിഞ്ഞ ടിപ്സ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ മത്തി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു മത്തി വറ്റിച്ചതാണ് കേട്ടോ ആക്കാൻ പോണത്. പ്രയാസമല്ലാണ്ട് വളരെ പെട്ടെന്ന് ഏതൊരാൾക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ ചട്ടിയിലോട്ട് ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ചട്ടിയിൽ കത്തിച്ചിട്ടില്ല കേട്ടോ, കത്തിക്കണീന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഇവിടെ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി എടുക്കുക. ഇനി
മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമുക്ക് ഒരു പിടി ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ ഒരു കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം, അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ പച്ച കുരുമുളക് കിട്ടുന്നുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇവിടെ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് മത്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ജാറൊന്ന് ചുഴറ്റി എടുത്തിട്ട് ആ വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പുളി ആവശ്യമാണ്. ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കണില്ല കേട്ടോ, പകരം കുരുമുളകും പച്ചമുളകുമാണ് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഉപ്പ് കുറവായത് കാരണം ഞാൻ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുക. ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. തക്കാളി ഞാനിതാ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മീനിലോട്ട് നമുക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുക്കുക. ഈ ടൈമിലൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന് ഈ ഒരു ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒക്കെ വാട്ടി ഉണ്ടാക്കണതിനേക്കാളും ഒന്നുകൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് ഞാനൊരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്നുകൂടെ മൂടി വെക്കാം, അതിൻ്റെ ആ ഒരു സ്മെല്ല് പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ അതിൻ്റെ ആ ഒരു ചാറ്. ഇത് പണ്ടൊക്കെ ഞങ്ങളുടെ ഉമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു കേട്ടോ. ഈ മത്തി വറ്റിച്ചത് അവർ ഈ ഒരു രീതിയിലും അല്ല ഉണ്ടാക്കുക, അതൊരു പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ. നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മത്തിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇതിങ്ങനെ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ചാറ് വറ്റി വരുമ്പോൾ ആ മത്തിയിൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ ചാറ് കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചിട്ടില്ല, അതിൽ കുറച്ച് കറി പോലെ ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കൊണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരമായിട്ടുണ്ട്, മക്കൾ സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട്. അപ്പം ഞാനിന്ന് രാവിലെ മുറ്റടിച്ച സമയത്ത് ബാക്ക് സൈഡ് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തുണികൾ ഒക്കെ ഉണങ്ങിയത് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ബാക്ക് സൈഡിൽ ഇങ്ങനെ മുറ്റം പരന്ന് കിടക്കണ കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് അടിച്ചു വാരിയതിന് ശേഷം തുണികളൊക്കെ എടുത്തിട്ടാണ് പിന്നെ അകത്തേക്ക് കയറിയത്. പിന്നീട് ഞാൻ തൈകളൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടി നിന്നു. ഇപ്പം നല്ല വെയിലൊക്കെ ആയത് കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുമ്പോഴേ ചെയ്യുള്ളൂ കേട്ടോ, അങ്ങനെ എപ്പോഴൊന്നും ചെയ്യൂല. ഓരോ സമയത്ത് ഓരോ തോന്നലാണ് കേട്ടോ. പിന്നെ ഈ ചെടികളോടൊന്നും അങ്ങനെ വലിയൊരു താല്പര്യമില്ല എനിക്ക്. ചില സമയത്ത് ഭയങ്കര ഒരു താല്പര്യമൊക്കെ ആയിരിക്കും, അപ്പോൾ നന്നായിട്ട് അതിനൊക്കെ കെയർ ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ ആ ഒരു താല്പര്യം അങ്ങോട്ട് പോകും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി മക്കൾ വരുമ്പോഴേക്കും കുറച്ച് പഴംപൊരിക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ പഴംപൊരിക്കുള്ള മാവ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ കഴിഞ്ഞ ടിപ്സ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം സോനിറ്റി വന്നിട്ട് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മക്കൾ വന്നതിന് ശേഷം പിന്നെ ചായൻ്റെ കടി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു സ്വൈരം തരുമല്ലോ കേട്ടോ. അയിലെന്ന് ചേച്ചി പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. നെയ്ഷുമക്കൊക്കെ ആകെ ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. എന്നാണെങ്കിലും നമ്മുടെ പഴംപൊരി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ
മക്കൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. പഴംപൊരിക്ക് നല്ല ചൂടായതുകൊണ്ട് അതിൻ്റെ ചൂട് പെട്ടെന്ന് പോവാനും പിന്നെ എണ്ണയൊക്കെ പോവാനും രണ്ടുപേരും പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇന്നത്തെ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്